രാമായണയുടെ ട്രെയിലർ പുറത്തു വന്നയുടൻ സോഷ്യൽ മീഡിയയിൽ ഉയർന്ന ചർച്ചകളിലൊന്നായിരുന്നു എന്തുകൊണ്ട് സീതയായി സായ് പല്ലവിയെ കാസ്റ്റ് ചെയ്തു. സീതയാകാനുള്ള സൗന്ദര്യം സായ് പല്ലവിക്കില്ലല്ലോ, മറ്റൊരാളെ സീതയായി കാസ്റ്റ് ചെയ്യാമായിരുന്നില്ലേ എന്നൊക്കെ. തമിഴിലെ കസ്തൂരിമാൻ എന്ന ചിത്രത്തിൽ നടി മീര ജാസ്മിന് പിന്നിൽ ആരും ശ്രദ്ധിക്കാതെ നൃത്തം ചെയ്ത ആ പഴയ ജൂനിയർ ആർട്ടിസ്റ്റിൽ നിന്ന് ഇന്ന് 4000 കോടിയുടെ 2 ഭാഗമായി വരുന്ന രാമായണയിലെ സീതയിലേക്ക് സായ് പല്ലവി എത്തി നിൽക്കുമ്പോൾ ആ വളർച്ചയത്ര എളുപ്പത്തിൽ അങ്ങനെ കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. അൽഫോൺസ് പുത്രന്റെ പ്രേമത്തിലെ മലർ എന്ന ഒറ്റ കഥാപാത്രം, നിറയെ മോക്കുരുവും മേക്കപ്പ് ഇല്ലാത്ത ലളിതമായ ലുക്കുമായി എത്തിയ ആ മലർ മിസ് സൗത്ത് ഇന്ത്യയിലാകെ ഒരു തരംഗമായി മാറി. പരമ്പരാഗത സിനിമയിലെ മേക്കപ്പ് ബ്യൂട്ടി സങ്കല്പങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് സ്വന്തം സ്വാഭാവിക ഭാവവും അസാധ്യ നൃത്തച്ചുവടുകളും കൊണ്ട് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയത്. ജോർജിയയിൽ MBBS പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സായ വേഷത്തിലേക്ക് എത്തുന്നത്. പഠനത്തിന് മുൻഗണന നൽകിയിരുന്നതിനാൽ അതിനു മുൻപ് തേടിയെത്തിയ പല സിനിമ ഓഫറുകളും നിരസിച്ചിരുന്ന സായിക്ക് പ്രേമത്തിലെ മലർ എന്ന അധ്യാപികയുടെ വേഷം ഒരു വൻ വഴിത്തിരിവായി മാറിയെന്ന് പറയാം. എന്നാൽ പ്രേമത്തിലും അൽഫോൺസിന്റെ ആദ്യ ഗോൾ നിരസിക്കുകയായിരുന്നു സായ്. പിന്നീട് 6 വർഷങ്ങൾക്ക് ശേഷമാണ് പ്രേമം എന്ന ചിത്രത്തിലെ മലർ എന്ന അധ്യാപികയുടെ വേഷവുമായി അൽഫോൺസ് പുത്രൻ വീണ്ടും സായിയെ സമീപിക്കുന്നത്. നൃത്തത്തെ തികച്ചും വ്യത്യസ്തമായി സമീപിക്കുന്ന സായി അല്ലാതെ മറ്റാർക്കും ഈ കഥാപാത്രം പൂർണ്ണമാക്കാൻ കഴിയില്ലെന്ന സംവിധായകന്റെ വാക്കാണ് വഴിത്തിരിവായത്. കഥാപാത്രത്തിന്റെ തമിഴ് പശ്ചാത്തലവും കോളേജ് അവധിക്കാലത്ത് ഷൂട്ടിംഗ് പൂർത്തിയാക്കാമെന്ന ഉറപ്പും സായിയെ പ്രൊജക്റ്റിലേക്ക് ആകർഷിച്ചു. തുടർന്ന് സ്ക്രീനിൽ കണ്ടത് സങ്കല്പങ്ങൾക്കും അപ്പുറമുള്ള വിജയമായിരുന്നു. സായിയുടെ പ്രകടനം മലയാള മതിലുകൾ കടന്ന് തെന്നിന്ത്യയിലാകെ വൻ തരംഗം സൃഷ്ടിച്ചു. ഒറ്റ സിനിമ കൊണ്ട് തന്നെ സിനിമാ ലോകത്തിന്റെയും പ്രേക്ഷകരുടെയും ഒരുപോലെ ശ്രദ്ധ നേടിയ സായി ചിത്രീകരണം പൂർത്തിയാക്കി മെഡിക്കൽ പരീക്ഷകൾക്കായി ജോർജിയയിലേക്ക് മടങ്ങുമ്പോഴേക്കും ദക്ഷിണേന്ത്യയുടെ പ്രിയങ്കരിയായി മാറിക്കഴിഞ്ഞിരുന്നു. പിന്നീട് മലയാളത്തിലെ കലിയടക്കം തമിഴിലും തെലുങ്കിലും സായിയുടെ തേരോട്ടമായിരുന്നു. ഹീറോ ഓറിയന്റഡ് സിനിമകൾ മാത്രം വിജയം നേടിയിരുന്ന തെലുങ്ക് മണ്ണിൽ നായകന്റെ പിൻബലമില്ലാതെ തന്നെ തിയേറ്ററുകൾ നിറയ്ക്കാൻ സായ് പല്ലവി എന്ന പേരിന് സാധിച്ചു. ഫിദ എന്ന ചിത്രത്തിലൂടെ തെലുങ്കിലേക്ക് ചുവടുവെച്ച സായ് പല്ലവി അതിലെ ഭാനുമതി എന്ന തെലങ്കാന പെൺകുട്ടിയുടെ കഥാപാത്രത്തിലൂടെ അവിടുത്തെ പ്രേക്ഷകരുടെ മനസ്സിലും ഇടം പിടിച്ചു. മാസ് കാണിക്കുന്ന പുരുഷ കഥാപാത്രങ്ങൾക്കും ഹീറോ കേന്ദ്രീകൃത സിനിമകൾക്കും മാത്രം പ്രാധാന്യമുള്ള തെലുങ്ക് സിനിമാ വിപണിയിൽ സായ് പല്ലവി ചിത്രം എന്ന പേരിൽ ആളുകളെ തിയേറ്ററിലേക്ക് ആകർഷിക്കാനും സിനിമകൾ സൂപ്പർ ഹിറ്റാക്കാനും അവർക്ക് കഴിഞ്ഞു. തുടർന്ന് തമിഴ് ധനുഷിനൊപ്പമുള്ള മാരി 2, തെലുങ്കിൽ ശ്യാം സിംഗ റോയ്, ലവ് സ്റ്റോറി, വീരാട്ട് പർവൻ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ നായികയുടെ സ്റ്റാർ വാല്യൂ എന്താണെന്ന് സായ് തെളിയിച്ചു. സിനിമാ പശ്ചാത്തലം ഒന്നുമില്ലാത്ത സാധാരണ വീട്ടിൽ ജനിച്ച സായിക്ക് അഭിനയവും ഡാൻസും വലിയ ആഗ്രഹമായിരുന്നു. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കൂട്ടുകാർക്കൊപ്പം ക്ലാസ് കട്ട് ചെയ്യാൻ വേണ്ടി ചെയ്ത 2 സിനിമകൾ, ഡാം ധൂം സിനിമയുടെ സെറ്റിൽ കങ്കണയുടെ പിന്നിലും കസ്തൂരിമാനിൽ മീര ജാസ്മിന്റെ പിന്നിലും. പക്ഷേ വിജയ് TV അടക്കമുള്ള ഡാൻസ് റിയാലിറ്റി ഷോയുടെ ഭാഗമായിരുന്നു സായ്. അമ്മ കാണിച്ചു കൊടുത്ത ഐശ്വര്യ റോയുടെയും മാധുരി ദീക്ഷിതിന്റെയും വീഡിയോകൾ കണ്ടാണ് സായ് ചുവടുകൾ പഠിച്ചു തുടങ്ങിയത്. തുടർന്ന് ഡോക്ടറാകാൻ ജോർജിയയിലേക്ക് പറന്നെങ്കിലും അൽഫോൺസിന്റെ പ്രേമം കരിയർ തന്നെ മാറ്റിയെന്ന് പറയാം. കഥാപാത്രങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ മാത്രമല്ല വ്യക്തിപരമായ നിലപാടുകളിലും ശക്തമായ വ്യക്തിത്വം പുലർത്തുന്ന നടിയാണ് സായ് പല്ലവി. തന്റെ സ്റ്റാൻഡിൽ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകാത്തതിന്റെ പേരിൽ സിനിമാ ലോകത്ത് ഇവർ നിരന്തരം ശ്രദ്ധിക്കപ്പെടാറുണ്ട്. കോടികൾ വാഗ്ദാനം ചെയ്തിട്ടും ഫെയർനെസ് ക്രീമുകളുടെ പരസ്യങ്ങളിൽ അഭിനയിക്കാൻ വിസമ്മതിച്ച സായിയുടെ തീരുമാനം വലിയ രീതിയിൽ പ്രശംസിക്കപ്പെട്ടിരുന്നു. അതേസമയം 2024 അമരനടക്കമുള്ള സിനിമകൾ അഭിനയത്തിന്റെ പേരിൽ വിമർശിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. രാമായണയിൽ സീതയായി സായിയാണ് എത്തുന്നതെന്ന് കേട്ടപ്പോൾ ചിലർക്ക് അത് അത്ര അങ്ങോട്ട് പിടിച്ചില്ല. പണ്ട് ശ്രീരാമരാജ്യം എന്ന തെലുങ്ക് ചിത്രത്തിൽ ഗ്ലാമറസ് നായിക എന്ന പ്രതിച്ഛായയുള്ള നയൻതാര സീതയായി വന്നപ്പോഴും വലിയ ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ അഭിനയം കൊണ്ട് നയൻസ് അന്ന് ആ വിമർശനങ്ങളുടെ വാ അടപ്പിച്ചിരുന്നു. സമാനമായ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ഈ സായ് പല്ലവിയും കടന്നു പോകുന്നത്. കേവലം ഒരു ട്രെയിലർ കണ്ട് വിലയിരുത്തുന്നവർക്ക് മുന്നിൽ തന്റെ കഥാപാത്രത്തിന്റെ ആഴം കൊണ്ട് സായ് മറുപടി നൽകുമോ എന്നാണ് ഇനി അറിയാനുള്ളത്.